കേരളത്തിലുള്ള കുട്ടികളെ പുറത്തേക്ക് പോയി പഠിക്കുക എന്നൊരു കൺസെപ്റ്റുള്ള സമയത്ത് ഡൽഹി പഠിച്ചു വളർന്ന ഒരാള് കേരളത്തിലേക്ക് പഠിക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സിൽ തോറ്റുകൊണ്ട് അതിനെന്താ തോക്കുന്നൊരു തോൽവിയിലേക്കുള്ള ചവിട്ടുപടി. ഇങ്ങനത്തെ ക്ലീവേജും നേവലും കാണിച്ച് സിനിമയിൽ ഹിറ്റാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു റൈറ്റപ്പ്, അതാരും എന്നെ വായിച്ച് കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ കെട്ട് നേരെ ചെസ്റ്റ് വരെ എത്തി. എന്തുകൊണ്ടാണ് അഭിനയമാണ് കരിയർ എന്ന് ചൂസ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്തായിരിക്കും? അഭിനയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, നമ്മളെയാണ് ചൂസ് ചെയ്യുന്നത്. ആക്ടേഴ്സ് ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. അപ്പൊ ഷൈൻ ടോമിനൊക്കെ ഞാൻ കുറ്റം പറയില്ല. എത്രയും ഇന്റർവ്യൂസ് ഒരു ദിവസം എടുക്കുന്നുണ്ട്. ഏത് നോർമൽ വ്യക്തിയും ഐഡന്റിറ്റി ഇറ്റ്സെൽഫ് വാസ് എ ബിഗ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കോഴിക്കോട് പോകണം, ഏതോ ഒരു പ്രായമുള്ള ഒരാളെ കാണാനാണ്. എംടിന്ന് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എൻ്റെ അപ്പൻ പറഞ്ഞു, അച്ഛൻ പ്ലീസ് MT വാസുദേവ് നായർ ആൻഡ് പ്ലീസ് ഗൂഗിൾ ചെയ്ത ആളെ കുറിച്ച് അറിഞ്ഞിട്ടേ നീ പോവാവൂ. എനിക്ക് കംഫർട്ടായ ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ട്രിക്കി സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ മര്യാദ, പിന്നെ ഡ്രഗ്ഡ് ആയിട്ട് തോന്നുന്നു നമ്മളിങ്ങനെ. ഇപ്പം അർച്ചന തന്നെ പറയുകയുണ്ടായി, ഇപ്പം പപ്പയും മമ്മിയും ആങ്ങളെയും ഒക്കെ ഉള്ളൊരു ഭാര്യർ കടന്നു വേണം അർച്ചനയിലേക്ക് എത്താൻ എന്നുള്ളത്. അപ്പം പപ്പയെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് പപ്പയായിരുന്നെങ്കിൽ കൂടി നിങ്ങൾ തമ്മിൽ അല്ല, ഒട്ടുമല്ല. എന്തൊരു രസമാണ് നിങ്ങളുടെ ബോണ്ട് കാണാൻ, ഓരോ ഫോട്ടോയും വീഡിയോ. അതുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിനെ തന്നെ ആദ്യത്തെ തൂഫാൻ മെയിലിൽ കഥാപാത്രമാക്കാൻ? അപ്പനും മോളുടെയും ക്യാരക്ടർ ആയിരുന്നു. പിന്നെ കുറെ ഒക്കെ ഇൻസിഡൻസ് നമ്മളുടെ റിയൽ ലൈഫിനെ ഡെവലപ്പ് ചെയ്തായിരുന്നു ഞാൻ എഴുതി. അപ്പൊ കണക്ട് ചെയ്യുമെന്ന് അറിയായിരുന്നു. പക്ഷെ അഭിനയിക്കാൻ അറിയാവോ അപ്പനെന്ന് എനിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. ഞാൻ അപ്പനോട് പപ്പ തന്നെത്താൻ ഫ്ലൈറ്റ് പിടിച്ച് വന്നോ അഭിനയിക്കാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് അങ്ങനെ വന്ന ആളോട് ഞാൻ ഡയറക്ടറിനോട് അപ്പന്റെ മുന്നിൽ പറഞ്ഞു, അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, ഒരു സെന്റിമെന്റ് നോക്കണ്ട എന്ന് പറഞ്ഞ്. പക്ഷെ he did a good job. He was better than me എന്ന് ഞാൻ പറയാം. In terms of lines by heart, നമ്മൾ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ ഫുൾ ബൈ ഹാർട്ട് ചെയ്തു, പുള്ളി പറയുകയും ചെയ്തു. അപ്പം he was good. ഇപ്പൊ ഞാൻ മെസ്സേജ് അയക്കുമ്പോ തന്നെ എന്നോട് പറയണ്ടേ, മലയാളത്തിൽ അയക്കില്ല, മലയാളം അപ്പം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാള് എന്തുകൊണ്ടാണ് വീണ്ടും വെബ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ മീനവിയൽ പണ്ടാരപ്പറമ്പിലൊക്കെ മലയാളത്തിൽ അതെങ്ങനെ പറ്റും? ബിക്കോസ് എന്റെ കോർ മലയാളിയാണ്. ഇപ്പൊ എന്റെ വീട്ടിലും സംസാരവും എന്റെ വീട്ടിലത്തെ കൾച്ചർ മലയാളി കൾച്ചറാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം എഴുതുമ്പം അത് മലയാളി നോൺ റെസിഡന്റ് മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. പക്ഷെ അത് മലയാളി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ മനസ്സിലാക്കുന്നത് കൾച്ചർ വൈസ്. അത് ഒരു നോർത്ത് ഇന്ത്യൻസിന് ചിലപ്പോ അങ്ങനെ മനസ്സിലാവുന്ന ഇല്ല. അപ്പം ഡീപ്പ് ഇൻസൈഡ് ഐ എം എ വെരി ഹാർഡ് കോർ മലയാളി. ലൈക്ക് കപ്പയും മീൻകറിയും ഇഷ്ടമുള്ള. അതെ, ഞാൻ വിളിക്കുമ്പോഴും പാലയിലായിരുന്നു അന്ന്, കസിൻസിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട്. എങ്ങനെയാണ് ഓരോ പിറന്നാളിനെയും അല്ലെങ്കിൽ പുതിയൊരു വർഷത്തെ എങ്ങനെ ഞാൻ ബർത്ത്ഡേസ് ഭയങ്കരമായിട്ട് ലൈക്ക് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ ആഘോഷമല്ല, ഹൃദയം കൊണ്ട്. ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ബർത്ത്ഡേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് എൻ്റെ ജാനുവരി ആദ്യം തന്നെ വരുന്നതുകൊണ്ട് നമ്മളുടെ ഡൽഹിയിലായിരുന്നപ്പം ദിവാലി മുതൽ അങ്ങ് തുടങ്ങും, സെലിബ്രേഷൻസ് തുടങ്ങും. അത് അവസാനിക്കുന്ന എൻ്റെ ബർത്ത്ഡേയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ലുക്കിംഗ് ഫോർവേഡ് ആണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി. എനിക്ക് അങ്ങനെ ഒത്തിരി വിഷസ് ഒന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നു. ബിക്കോസ് ഐഡന്റിറ്റി ഇറ്റ്സെൽഫ് വാസ് എ ബിഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എന്താ സംഭവിച്ചേ, 2024 നന്ദി പറഞ്ഞ് അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കാണ് ആ ദിവസം 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തേ. ഞാൻ തന്നെ ഇരുന്ന്, ഞാൻ തന്നെ കട്ട് ചെയ്ത്, ഞാൻ തന്നെ ഫോട്ടോ സെറ്റ് ചെയ്തു, ടൈമർ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു വെഡിങ് ഉണ്ടായിരുന്നു. ആ വെഡിങ്ങിന് പോയപ്പോൾ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, നിങ്ങൾ കേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവരെ വരുത്തിച്ച് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു. ആൻഡ് എൻ്റെ ഫാമിലി ഭയങ്കര ലൗഡാണ് അല്ലെങ്കിൽ തന്നെ. സോ
I just enjoy my time. അർച്ചനയെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത്? എൻ്റെ 2-3 പ്ലസ് പോയിന്റ്സ്. ഒന്ന്, എനിക്ക് എന്ത് വേണമെങ്കിലും വീട്ടിൽ ചെന്ന് പറയാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗേൾസ് പൊതുവെ പിള്ളേരെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടും മാരേജിനെ കുറിച്ച്. അത്തരം ട്രെയിനിങ് ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് രണ്ടുപേരും നടുക്ക് നിൽക്കണം. മാക്സിമം വീട്ടിൽ അറിയിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ അറിയിച്ചു. അവർ ഇനീഷ്യൽ അത് മോളെ എനിക്ക് വീട്ടിൽ ഇട്ടിട്ട് പോകാനുള്ള മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. എനിക്കിത് എന്താ ഞാൻ ചെയ്യണ്ടേന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചോദിച്ചത്. അപ്പം അമ്മ അതിനുള്ള സംസാരിക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ നോക്കി. പക്ഷെ പിന്നീട് വന്നു എൻ്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ടും മോശമായി. ആൻഡ് അമ്മ മെഡിക്കൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതൊന്നും ടാബു അല്ല. സൈക്കാട്രിസ്റ്റിനെ കാണിക്കണോ അല്ല ഇങ്ങനെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പം ആ വീട്ടിൽ എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു, മെഡിക്കേഷൻ ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് മാറി. പിന്നെ എല്ലാവരും പറയില്ലായിരിക്കും കോവിഡ് നല്ലതാണ്, പക്ഷെ ഞാൻ പറയും കോവിഡ് എനിക്ക് വേണ്ടി ഒത്തിരി നല്ലതായിരുന്നു. ബിക്കോസ് 2 ഇയേഴ്സോളം നമ്മൾ വീട്ടിനകത്ത് പൂട്ടിയിരുന്നുകൊണ്ട് അപ്പുറത്തെ അമ്മച്ചിയോ ആരും വന്ന് എന്നോട് ചോദിച്ചില്ല നീ എന്താ കെട്ടിയോണ്ട് വീട്ടിൽ പോവാത്തെ, അല്ലെങ്കിൽ എന്താ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസോ ഒന്നും വന്നില്ല. എല്ലാവരും അസ്യൂം ചെയ്തു ഞാൻ അവിടെ ലോക്ക്ഡൌണിൽ പെട്ടുപോയി. അഭീഷ് ബോംബെയിൽ ആണ്. സോ ആൻഡ് ഇതൊക്കെ റിക്കവർ ചെയ്യാനോ എനിക്ക് സമയം കിട്ടി. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു കോവിഡ്. പക്ഷെ ആൾക്കാർക്ക് ലോസ് ദെയർ ലവ്ഡ് വൺസ് ദാറ്റ് ഐ എം റിയലി സോറി. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതെ, അപ്പൊ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഹീലിംഗ് ടൈം കിട്ടി, എനിക്ക് പ്രൈവസി കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തുറന്നു പറച്ചിലാണ്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ ഈ മെന്റൽ ഹെൽത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അപ്പൊ ചിലർ പറയോ അതൊക്കെ അങ്ങനെ പറയാമോ എന്നൊക്കെ ധരിക്കുന്നവരാണ് ഇപ്പോഴും കൂടുതൽ. പക്ഷെ അത് നമുക്ക് മറ്റുള്ളവർക്ക് തരുന്ന ഒരു പ്രചോദനവും ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. അർച്ചന ഉറപ്പായിട്ടും ഇത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു ചുമ ഒരു ആഴ്ച മേളിൽ നിന്നാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അതെ, അത് കുഴപ്പമില്ല, അത് അങ്ങനെ വേണം. നീ എന്താണ് തന്നെത്താൻ മരുന്നെടുത്ത് ചികിത്സിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും പോയി ഒരു ഡോക്ടറിനെ കാണുന്നത് പറയുന്ന അച്ഛനമ്മമാരാണ് നമുക്ക്. പക്ഷെ ഒരു കൊച്ചിരുന്ന് കരയാണ്, 2 ദിവസം 3 ദിവസം ഇരുന്ന് കരയുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ അവൾ ഓവറാക്കുവാണ്, അവൾക്ക് എന്തോ പ്രശ്നം. അതും ഈ രീതി കണ്ടാൽ നമുക്ക് ആക്ച്വലി ഒരു നല്ല ലൈഫ് ജീവിക്കാൻ പറ്റും. അതെ, ഇപ്പം പറഞ്ഞല്ലോ 10 വർഷത്തിനിടയ്ക്ക് എന്നെ തേടി വന്ന കഥാപാത്രങ്ങൾ കുറവ്. പക്ഷെ അർച്ചനയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളിൽ എന്ത് നോക്കിയിട്ടായിരിക്കും അതിനെ ചൂസ് ചെയ്യുക? ഇപ്പം ഞാൻ ഇന്റർവ്യൂവിൽ എവിടെയോ കേട്ടെന്ന് തോന്നുന്ന സ്ക്രിപ്റ്റ് ഒന്നും പണ്ടങ്ങനെ തരില്ല എന്നുള്ളത്. ഇപ്പൊ നോർമലി ഇപ്പൊ എല്ലാവരും എല്ലാ സ്ക്രിപ്റ്റ് ഫുള്ള് അല്ലെ വായിച്ച് ചോദിച്ച് അങ്ങനെയാണ്. അപ്പൊ അർച്ചനയുടെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? പണ്ട് എന്താന്ന് വെച്ചാൽ ഇത് 1 ലൈൻ തരും, നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ്, പിന്നെ നമ്മൾ ഊഹിച്ച് സെറ്റിൽ എത്തുവാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് കിട്ടുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ പണ്ട് ഞാൻ ആദ്യം നീലത്താമര ചെയ്തു, പിന്നെ മമ്മി ആൻഡ് മീ ചെയ്തതിന്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എനിക്ക് മീറ്റി റോൾ വേണം. എനിക്ക് സിനിമയിൽ എന്താ ചെയ്യാനുള്ള എൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ഞാനായിരിക്കണം, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ക്ലോസപ്പ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അറിവില്ലായ്മ കൊണ്ട്. ഇപ്പൊ ഞാൻ നോക്കുന്ന ഈ പടം ആസ് എൻ ഓഡിയൻസ് ഞാൻ കാണൂ, ആൻഡ് ആസ് വർക്ക് ആകുന്ന സ്ക്രിപ്റ്റ് ആണോ, അതിൽ എൻ്റെ ക്യാരക്ടർ വെറുതെ ഒന്ന് വന്ന് നിന്ന് പോകുന്ന ക്യാരക്ടറാണോ, അതിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, ഐ വിൽ ഓൺലി ഡു ദാറ്റ്. ഇപ്പം ഈ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും പറഞ്ഞല്ലോ കോവിഡിന്റെ സമയത്ത് അടച്ച് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടേതാ. ഇപ്പം വന്ന് കേരളത്തിൽ അർച്ചന ഉണ്ട് എന്നറിയുന്നത് തന്നെ കുറവാണ്, ഡൽഹിയിലും അങ്ങനെ. എങ്ങനെയാണ് അത് തമ്മിൽ ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പ്രൊഫഷണൽ ലൈഫ് ഞാനിപ്പം ആക്ച്വലി ഞാൻ കുറേ നാളത്തേക്ക് ഈവൻ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഞാൻ ഒത്തിരി ചെയ്യുന്നുണ്ടായില്ല. ബിക്കോസ് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് വേണം. ഒരു എഴുതാനാണെങ്കിലും ഒരു വെബ് സീരീസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും. ഞാനിപ്പം ഹെൽത്തിനെയാണ് പ്രയോറിറ്റി ചെയ്തത്. ആൻഡ് ഓണസ്റ്റ്ലി ഇപ്പോഴാണ്
അവിടെയാണ് എൻ്റെ ഒന്ന് നോർമലൈസ് ആയി, എൻ്റെ മെഡിക്കേഷൻ എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് പിടിച്ചത്. ഓക്കെ, ഇതാണ് സംഭവം, ഇത്രയും ലെവൽ ഓഫ് മെഡിസിൻ. ബിക്കോസ് വേറെ ഏത് ഡിസീസും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം കൈ കിട്ടും, ഷുഗർ കൂടുതലാ ഇങ്ങനെ. ഇതങ്ങനെയല്ല, ഇത് ട്രയൽ ആൻഡ് ടെസ്റ്റ് ആണ് ഫുള്ള്. ഒരു ദിവസം സംസാരിക്കും, അത് ശരിയാവില്ല, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. So now I have normalized. Now probably I'll get back to writing more. Probably I'll get back to doing more. എനിക്ക് ബാലൻസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏജ് ഹെൽപ്സ്, ഏജിങ് ഹെൽപ്സ്. നമുക്ക് ഒരുപാട് ഇരുത്തം വരും എന്ന് പറയില്ലേ, അതൊരു ഫാക്ടറാണ്. എനിക്ക് ഒരുപാട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എഴുത്തിലായിക്കോട്ടെ, സംവിധാനത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അഭിനയത്തിലായിക്കോട്ടെ ഒക്കെ വരുന്ന നെഗറ്റീവ് ഫീഡ്ബാക്സ് അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് അർച്ചന എടുക്കുക? നെഗറ്റീവ് ഫീഡ്ബാക്സ് രണ്ട് രീതി വരും. ഒരെണ്ണം നമ്മളെ ചൊറിയാനും താത്താനും മാത്രം എഴുതുന്ന ഒരാൾക്കാരുണ്ട്. ചിലർ ജെന്യുവൻലി നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളിൽ അവർക്ക് ഹോപ്പ് ഉണ്ട്, ആ ഹോപ്പിന്റെ പുറത്ത് അവർ എഴുതുന്ന ആൾക്കാരുണ്ട്. സോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഫസ്റ്റ് ടാസ്ക് ഇസ് ഓവർ. പിന്നെ ഡെഫിനറ്റ്ലി ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ പോയിട്ട് അൾട്ടിമേറ്റ് കോൾ എടുക്കുന്നത് ഒരു ഡയറക്ടറാണ് അല്ലെ. ഇപ്പൊ ആൾ ഓക്കെ ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി ഹാഡ് ഗിവൻ ദെയർ. ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാം, ചിലപ്പോൾ അടുത്ത പടത്തിൽ നമുക്ക് വേറെ രീതി ചെയ്ത് നോക്കാം. പക്ഷെ എന്നാലും ആ ഡയറക്ടർ എനിക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹിസ് കോൾ ആൻഡ് ഐ വുഡ് ഓൺലി റെസ്പെക്ട് ഹിം. ഐ ഡോണ്ട് ഹാവ് ടു റെസ്പെക്ട് എവ്രിബഡി ദാറ്റ്സ് ഗോണ ബി ദെയർ. ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും ഭയങ്കര പോസിറ്റീവായിട്ടാണ്, ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരാൾ. എങ്ങനെയാണ് ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ പാഷനേറ്റഡ് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അതിനെന്താ എന്താണ് ആ സൂത്രം? എന്റെ അച്ഛൻ എങ്ങനെയാണ്, എന്റെ അച്ഛന്റെ വീട്ടുകാർ എങ്ങനെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിലും ആദ്യം ഹ്യൂമർ, അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുള്ളൂ. ആദ്യം അവിടെ ഒരു ജോക്ക് പറയണം, എന്നിട്ട് നമുക്ക്. സോ ദാറ്റ് ഹാസ് ഹെൽപ്ഡ്. ലിറ്റിൽ സെൻസ് ഓഫ് ഹ്യൂമർ എല്ലാവർക്കും ഉണ്ടായാൽ I think they'll have a good life. ഇപ്പം നീലത്താമരയുടെ കഥാപാത്രം കുഞ്ഞുമാളു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അർച്ചനയുടെ ഒന്നും അതിനകത്തില്ല. അങ്ങനെ ഇതുവരെ ചെയ്തതിൽ ഏതെങ്കിലും സ്വന്തമായിട്ട് ആത്മാംശമുള്ള കഥാപാത്രം ഏതെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല. പല ആൾക്കാരും ഓർത്ത് മമ്മി ആൻഡ് മീ ആയിരിക്കും. എനിക്കറിയില്ല ഞാൻ ടീനേജിൽ അത്രയ്ക്ക് വയലന്റ് ആയ ഒരു കുട്ടിയായിരുന്നു എന്ന്. ഐ മീൻ മനസ്സിൽ നിന്ന് അമ്മേനെ ചീത്ത പറയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല, എടുത്തിട്ട് എറിഞ്ഞ് ഒട്ടിക്കും അറിയാവുന്നതുകൊണ്ട്. മമ്മിയായിരുന്നോ വീട്ടിലെ ടെറർ? ഇറ്റ്സ് ഫണി ബിക്കോസ് അപ്പൻ വഴക്ക് പറയില്ല. അപ്പൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പക്ഷെ വഴക്ക് പറഞ്ഞാൽ സോളിഡ് ആണ്. അന്ന് ലൈക്ക് പിന്നെ ഒന്നും കേൾക്കണ്ട. അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ അമ്മ കഴിഞ്ഞു, അത് ഞാൻ പോട്ടെ, കേട്ടില്ല, മതി കഴിഞ്ഞു, താങ്ക് യു, നൈസ് ടു മീറ്റ് യു പറഞ്ഞിട്ട് ആ ഒരു അമ്മയുടെ വഴക്കിന് വിലയില്ല, അപ്പന്റെ വഴക്കിന് വിലയുണ്ടായിരുന്നു. അത്രയും അല്ലെ പലപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴും അർച്ചനയും പപ്പയും മാത്രമാണ് ഉള്ളത്. വേറെ രണ്ടാൾക്കാരോടുണ്ട് ഇവിടെ, അത് ചെറിയ പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ എഴുത്തില്, അഭിനയത്തില്, സംവിധാനത്തിലൊക്കെ സ്വയം ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഴുത്തിൽ ഞാൻ ഒരു ഡ്രാഫ്റ്റ് 2 ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് 2-3 കാര്യം നോക്കണം. ഒന്ന്, നമ്മൾ ഒരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരത് അടിച്ചു മാറ്റാൻ പാടില്ലാത്ത ആളാവണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമ്മള് വേറെ നമ്മളെക്കാട്ടിലും ബെറ്റർ ആയ റൈറ്ററാണോ ഡയറക്ടറാണോ അങ്ങനത്തെ ഒരാളായിട്ട് ഷെയർ ചെയ്യുക, അവരുടെ ഫീഡ്ബാക്ക് മേടിക്കുക. എന്നിട്ട് ഞാൻ ഓക്കെ ഇതിന് ഈ ഒരു ആംഗിളും കൂടെ ഉണ്ടല്ലോ, അങ്ങനെ എഴുതുക. ഈ ഇപ്പൊ ആക്ടിങ്ങിന്റെ ഒരു കരിയർ എടുത്താൽ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നു, ഇടയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങളിലേക്ക് വരുന്നു. അപ്പൊ ഇതിലൊരു എന്തായിരിക്കും ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ആക്ടിങ് കരിയറിലെ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇവിടെ ഇറങ്ങി തിരിഞ്ഞ് റോള് ചോദിക്കാൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ വിളിച്ച് നിങ്ങൾക്ക് എന്നെ വെച്ച് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയാന്ന് ആ ഒരു പറയുന്ന സ്പേസ് ഇവിടെ അത്ര ഇല്ല. അങ്ങനെ ചോദിച്ചാലും അവര് ഭയങ്കര ഡെസ്പറേറ്റ് ആണ്,
അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വഴിയുണ്ട്. ബോംബെയിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ അങ്ങനെയല്ലേ? പ്രശ്നമില്ല. അവിടെ നമ്മൾ ഓഡിഷനിൽ കയറി ചെന്ന് നമ്മൾ ഹസൽ മെന്റാലിറ്റി അവിടെ ഭയങ്കര കൂടുതലാണ്. ഇവിടെ അത്രയ്ക്ക് ഇല്ല. നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് മോശമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അത് മാറുക, അല്ലെങ്കിൽ എല്ലാരും ഇറങ്ങി അങ്ങ് ചോദിക്കാൻ തുടങ്ങാം. അപ്പൊ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ അവരിങ്ങനെ ആ ശരി നോക്കാം. പക്ഷെ കാസ്റ്റിംഗ് പൊതുവെ ഇപ്പൊ ഞാൻ ഒരു വെബ് സീരീസിന് കാസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് കംഫർട്ടായ ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ട്രിക്കി സ്പേസ് ആണ്. നമ്മൾ ഒരാളുടെ കംഫർട്ട് സോണിൽ എത്തുകയും ചെയ്യണം, പക്ഷെ ഡെസ്പറേറ്റ് ആവാനും പാടില്ല. ഇപ്പം ആസിഫ് നിങ്ങൾ ഏകദേശം ഒരുമിച്ച് ഒരേ സമയത്ത് തുടങ്ങി, രണ്ടുപേരും ചാനലിൽ ഒരുമിച്ചാങ്കിരുന്നത് ഭയങ്കര അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആൾക്കാരും കൂടെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളെയൊക്കെ ഡിഫൈൻ ചെയ്യുക? ഇപ്പോഴും അങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പം ഞാൻ അങ്ങനെ ക്ലോസ് അല്ല ആസിഫായിട്ട്. ആസിഫ് എനിക്ക്, ഞാൻ ആസിഫിനെ പരിചയപ്പെട്ട മുതൽ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോഴും വലിയ ഹോർഡിങ്സ് കാണില്ലേ, അപ്പൊ അവൻ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് പറയാറുണ്ട്, നാളെ നോക്കിക്കോ എന്റെ മുഖം അവിടെ കാണുമെന്ന്. അത്രയ്ക്ക് അവൻ ലൈക്ക് വിശ്വസിക്കുന്ന ഒരു ആളായിരുന്നു. ലൈക്ക് ഹി വാണ്ടഡ് ടു ബി ഇൻ ദ സിനിമ. ഞാൻ അവന്റെ സൈഡ് കിക്ക് ആയിരുന്നു. ഓക്കെ ആസിഫിന്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ, ആ കൊച്ചിനും കൂടെ ഓഡിഷന് വിളിച്ചോ, അങ്ങനെയാണ് എനിക്ക് ഓഡിഷൻ വിളി വന്നോണ്ടിരുന്നത്. സോ ഞാനൊരു ഹോബി സ്പേസിൽ ഓഡിഷൻ സ്പേസിൽ പോയിരുന്നു. He was determined. So he has grown and worked really hard on his skills and everything. അവൻ അത്രയ്ക്ക് ഇത് അവന്റെ ഫസ്റ്റ് ലവ് ആണ്. അപ്പൊ അത് പക്ഷെ നമ്മൾ അങ്ങനെ ഇപ്പൊ അത്ര കണക്റ്റഡ് അല്ല. ഞാൻ അവിടെ ഡൽഹിയിലായിരുന്നു കുറെ നാളത്തേക്ക്, അവൻ ഇവിടെയായിരുന്നു. സോ നോട്ട് ദാറ്റ് കണക്റ്റഡ്. പക്ഷെ ഐ എം ഷുവർ, പിന്നെ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ദാറ്റ്സ് ഓൾസോ ദേർ. അപ്പൊ എങ്ങനെയാണ് അല്ല സൗഹൃദങ്ങളെ എങ്ങനെയാണ് ഒരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, അർച്ചനയുടെ സൗഹൃദങ്ങൾ? എന്റെ സിനിമയില് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കുറവാണുള്ളത്. എനിക്ക് അല്ലാതെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പിന്നീട് ആഡ് ഓൺ ആയ ഫ്രണ്ട്സ്, ഞാൻ ഫ്രണ്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, കോളേജ് സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ അപ്പനും ഫ്രണ്ട് ആക്കും. അപ്പൻ നാട്ടിൽ വന്നിട്ട് പുറത്ത് സിനിമയ്ക്ക് കൊണ്ടുപോകും, കറങ്ങാൻ കൊണ്ടുപോകും, അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആവും. പിന്നെ എന്താ പ്രശ്നം, ഞാൻ ഇനി എന്തെങ്കിലും കുർത്തക്കേട് നമുക്കിത് ചെയ്യാന്ന് ചോദിക്കുമ്പോ അവരൊരു ജോസ് അങ്കിൾ വോണ്ട് ലൈക്ക് ഇറ്റ് യാ. അപ്പന്റെ നമ്പർ. പിന്നെ ആദ്യം ഞാൻ മൈ ഫാദർ ഇസ് സോ കൂൾ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുന്നു. പിന്നീടാണ് എനിക്ക് ഇതിന്റെ മറ്റേ സൈഡ് മനസ്സിലായത്. പക്ഷെ അത് കൊള്ളാം കേട്ടോ, ഞാനും അത് എടുത്തു വെക്കുന്നുള്ളിൽ. കാരണം നമുക്കിപ്പോ മക്കളുണ്ടല്ലോ, നാളെ അത് പ്രയോഗിക്കാം. അപ്പൊ അങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സ് എന്റെ വീട്ടിൽ വന്ന് ലൈക്ക് അവരവിടെ കടക്കും, യുനോ. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എൻ്റെ എല്ലാ ഫ്രണ്ട്സ് പറയുന്നത്, ചേച്ചിയുടെ പേരൻസിനെ വെച്ച് വേറെ വീട്ടുകാരെ കമ്പയർ ചെയ്യരുത്, ബിക്കോസ് ഇത് നോർമൽ അല്ല. വാട്ട് യു ഹാവ് ഇസ് നോട്ട് നോർമൽ. അപ്പൊ ഞാൻ ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം അർച്ചന ഈ നടിയാണ്, അഭിനയിക്കുന്നു, സംവിധാനം ചെയ്യുന്നു. എങ്കിലും അർച്ചന പഠിക്കുന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയും കൂടെ ആയിരുന്നു. അത് ഒരുപാട് പേർക്ക് പ്രചോദനമാണല്ലേ. കാരണം അങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാവുന്ന തന്നെ നമ്മൾ വഴക്ക് പറയാണ് ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എന്ന് ചിന്തിക്കുന്നത് കുറവാണ്. ശരിക്കും ആ ഒരു ഏജിൽ അർച്ചനയുടെ വീട്ടിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ്? ആ സമയത്ത് അത്രയും പോലും ഇൻഫർമേഷൻ ഇല്ലായിരുന്നല്ലോ ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു താരെ സമീൻ പേ പടം കണ്ടപ്പോഴാണ് എന്റെ വീട്ടുകാർക്ക് ക്ലിക്ക് ആയത് ഇങ്ങനെയാണെന്ന്. അപ്പൊ അതുവരെ ഇങ്ങനെ മാനേജ് ചെയ്തിരുന്നു? അതുവരെ ഇത് ഇപ്പൊ പിള്ളേരുടെ എന്നാന്ന് വെച്ചാൽ അവര് ക്രൈസിസ് മാനേജ്മെന്റ് പഠിക്കും എങ്ങനെയെങ്കിലും. അത് ഒരു ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. അവർക്ക് ഞാൻ പഠിത്തത്തിൽ മോശമാണോ എന്താ അവർക്ക് ക്ലിയർ ആവില്ല. പക്ഷെ ഇത് എനിക്ക് ഇഷ്യൂസ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് റീഡിങ് ടൈമിൽ എൻ്റെ സൈഡിലിരിക്കുന്ന കുട്ടിയോട് പറയായിരുന്നു, എനിക്ക് ഈ പാരഗ്രാഫാ വായിക്കാൻ വരാൻ പോകുന്നത്. ഇങ്ങനെ ഓരോരോ കൊച്ചിനോട് വായിപ്പിക്കുമല്ലോ. അപ്പൊ ആ പാരഗ്രാഫ് ആ കൊച്ചു എനിക്ക് വായിച്ചു തരും. ഞാൻ അത് എനിക്ക് അറിയാവുന്ന സ്പെല്ലിങ്ങിൽ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഞാനത് വായിക്കും. അതുപോലെ തന്നെ പിള്ളേർ ഓരോരോ
മെക്കാനിസം കണ്ടുപിടിക്കുക. അവർ ഓക്കെ ഫൈൻ ഇതിനെ എങ്ങനെ മറികടക്കാം. ആൻഡ് ഇപ്പം ഐ എം നോട്ട് ഗുഡ് ഇൻ സ്റ്റഡീസ്, സോ ഐ ബിക്കം ഗുഡ് ഇൻ സംതിങ് എൽസ്. അതിപ്പോ എന്ത് വേണമെങ്കിലും ആവാം, ആർട്ട്, സ്പോർട്സ്, അങ്ങനത്തെ ആവാം. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ജസ്റ്റ് ഐ വിൽ ബി ദ പോപ്പുലർ ഗേൾ, ലൈക് പ്രിറ്റി ഗേൾ, അങ്ങനത്തെ രീതിയിലും ചിന്തിക്കുന്ന ബോയ്, ലൈക്ക് ഹാൻസം ബോയ്, അങ്ങനെയും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം ആ എക്സ്കേപ്പിസം ആണിത്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. പക്ഷെ അവർക്ക് അറിയില്ല വാട്ട് ടു ഡു. സോ എനിക്ക് ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഇപ്പോഴും നിങ്ങൾ പെട്ടെന്ന് എനിക്കൊരു ഇത് തന്നിട്ട് വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്ന് മലയാളത്തിലാണ്, അപ്പൊ ആരെങ്കിലും വായിച്ചു കേൾപ്പിക്കുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ കേൾക്കുന്നതിനെ നമുക്ക് പെട്ടെന്ന് കേൾക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കയറും. If it's audio, I can read, I can understand better, I can write my exam better. ഇപ്പൊ ചിലപ്പോ ഫണ്ണി പാർട്ട് എന്താന്ന് വെച്ചാൽ എന്റെ ലാംഗ്വേജ് ഇസ് റിയലി ഗുഡ്. സ്കൂളില് ഇംഗ്ലീഷും ഒക്കെ നല്ലായിരുന്നു, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ മനസ്സിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് എനിക്കത് എന്താ അതിന്റെ സൈക്കിൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ അതിന്റെ പുറകിൽ അനലൈസ് ചെയ്യാൻ പോയിട്ടില്ല. സ്കൂളിലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചോദിച്ചേനൊക്കെ എനിക്കിത് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണം. പക്ഷെ ഇപ്പൊ ഞാൻ എന്തോ മെത്തേഡ് കണ്ടുപിടിച്ച് എന്റെയായ രീതിയിൽ ഞാൻ ഓഡിയോ നോട്ട്, എനിക്കിതൊന്ന് ഓഡിയോ ആയിട്ട് അയച്ചു തരാമെന്ന് പറയും. അവർ ഓഡിയോ ആയിട്ട് അയച്ചു തരും. കഴിഞ്ഞ ദിവസം തന്നെ ആരോ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് അയച്ചു തന്നു. മലയാളം എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ അച്ഛനെ ഇരുത്തി, അച്ഛൻ ഫുൾ വായിക്കും, ഞാൻ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ ഫുൾ വായിച്ച് കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തു. അപ്പം ഒരാൾ കാണണം, അത്രേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം മലയാളികളുടെ നീലത്താമര വീണ്ടും പൂക്കുകയാണ്. അത്രയും നല്ലൊരു സിനിമയിലൂടെ വീണ്ടും ഇത്രയും ജെനുവിനായിട്ട് ഒരാളെ അടുത്ത കാലത്ത് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത്രയും ജെനുവിൻ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്നും തൻ്റെ സന്തോഷത്തെയും സങ്കടങ്ങളെയും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ. ശരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് മലയാളികളുടെ നീലത്താമരയ്ക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ. ഇനിയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള റോളുകൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ അഭിനയത്തിലും സംവിധാനത്തിലും ഒക്കെ വീണ്ടും കാണട്ടെ. ഒരുപാട് സന്തോഷം. എന്നും ഇതുപോലെ ആയിരിക്കും. നന്ദി.